എന്ത് വേണം? ഈ താറാവിടുന്ന മുട്ട വിറ്റ് വേണം നമുക്ക് സമ്പന്നനാവാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 1,00,000 രൂപ ഇത് ഒരു LLP സംവിധാനത്തിലൂടെ ജസ്പെയിൻ ഫ്രാഗ്രൻസ് LLP എന്ന് പറയുന്ന ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. ഇതിൽ ഓരോ ലക്ഷം രൂപ ഇടുന്നവരെല്ലാവരെയും പാർട്ട്നേഴ്സ് ആക്കി മാറ്റിക്കൊണ്ട് പ്രോപ്പർട്ടി വാങ്ങിയിട്ടുള്ളത് ഈ കമ്പനിയുടെ പേരിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം? ഇത് നിങ്ങളുടേതാണ്, നമ്മുടേതാണ്. ഇതിൽ 2000 ഷെയർ എടുത്തേക്കുന്നത് കമ്പനിയാണ്, 8000 ഷെയർസ് പുറത്തേക്ക് വിൽക്കുന്നു. അതിൽ ഏകദേശം 60% ഷെയർസ് വിറ്റിട്ടുണ്ട്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഒരു ഓഫർ കൂടെ തരാൻ വേണ്ടി പോകും. വേറെ ഒന്നുമല്ല, നമ്മളിത് ആദ്യം ബൈ 1 get 1 ആണ് ആദ്യം വിളിച്ചത്. ഓക്കെ, കമ്പനിക്ക് 3 പ്രൊജക്റ്റുകൾ അടുത്ത ദിവസം അനൗൺസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്യണം? ഇതിനങ്ങോട്ട് നമ്മൾ വെട്ടിമുറിച്ച് മാറ്റാൻ വേണ്ടി പോകണം. അപ്പൊ അടുത്ത ഏപ്രിൽ മെയ്യോട് കൂടെ തന്നെ അടുത്ത പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് ഇത് തീർക്കാൻ വേണ്ടിയിട്ട് കമ്പനി ഇന്ന് ഒരു ഓഫറും കൂടി ഇടുകയാണ്. അതായത് ഇന്ന് മുതൽ 25-ാം തീയതി വരെ 2,00,000 രൂപയുടെ ഷെയർ പർച്ചേസ് ചെയ്യുന്നവർക്ക് ബൈ 2 get 1 ഫ്രീ. ക്ലിയർ? അതായത് 2,00,000 രൂപ ഷെയർ പർച്ചേസ് ചെയ്യുന്നവർക്ക് 1,00,000 രൂപ കമ്പനി ഇടുന്നു. എന്നിട്ട് അത് 3,00,000 രൂപയുടെ അതിന്റെ ഷെയർ ഇഷ്യൂ നിങ്ങൾക്ക് തരാണ്. ഇത് നമ്മുടെ LLP കിട്ടുമ്പോൾ അതിന് നിങ്ങളുടെ ഷെയർ വാല്യൂ 3,00,000 രൂപയായിട്ട് അതിന് എഴുതിയിട്ടുണ്ടാവും. മാത്രമല്ല കിട്ടുന്ന എമൗണ്ടോ ഈ 7,444 രൂപയാണെങ്കിൽ ഇൻടു 3. അപ്പൊ 2 lakh ഇൻവെസ്റ്റ് ചെയ്താൽ 22,000 സംതിങ് ആയിട്ട് നമുക്കിത് മന്ത്ലി റിട്ടേൺ കിട്ടും. ഒരു കാര്യം, ഇതിൽ നിന്ന് എക്സിറ്റ് ആവാൻ പറ്റില്ല. എക്സിറ്റ് ആവണമെന്ന് ചിന്തിച്ചിട്ട് ഇതിലേക്ക് വരാൻ പാടില്ല. എക്സിറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? സാലറി ലെവൽ 2 നമ്മുടെ പ്രോജക്റ്റ് 2 ഇൻവെസ്റ്റ് ചെയ്യാം. വോൾട്ടേജ് എക്സിറ്റ് ആവാത്തവർക്ക് മാത്രം ഇത് പറ്റുള്ളൂ. കാരണം ഇത് ഒരുപാട് പേരുള്ളതാണ്, അതുകൊണ്ട് എക്സിറ്റ് ആവാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എക്സിറ്റ് ആവേണ്ടവർക്ക് എന്ത് ചെയ്യാം? കോട്ടേജ്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയെ മറന്നേക്കണം. കാരണം എന്താ? ഇത് നാളെ അല്ലേ? നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്, സമ്പത്ത് കാലത്ത് തൈബത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. ഇത് ആപത്ത് കാലത്ത് തിന്നാനുള്ളതാണ്. അവരെന്താണ്? മറന്നേക്കണം അല്ലേ? പണ്ട് ടീച്ചർമാർ പഠിപ്പിച്ചു, സമ്പത്ത് കാലത്ത് തൈബത്ത് വെച്ചാൽ അല്ലേ? പക്ഷെ ടീച്ചർമാർ ഒരു കാര്യം പഠിപ്പിച്ചു തന്നില്ല. എന്തായിരുന്നു? സമ്പത്ത് കാലത്ത് വെക്കേണ്ട തൈ ഏതാന്ന് നമ്മളെ പഠിപ്പിച്ചില്ല. ഈ ചന്ദനത്തയ്യ വെക്കേണ്ടതുണ്ട്, അതും ടീച്ചർമാര് നമ്മളെ പഠിപ്പിച്ചില്ല. അപ്പൊ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് 1924 ഒരു ശരാശരി മനുഷ്യൻ പണ്ട് ഇവിടെ ജീവിച്ചിരുന്ന 35 വയസ്സ് വരെയായിരുന്നു. അതായത് പണ്ട് ശിശുമരണങ്ങൾക്ക് കൂടുതലായിരുന്നു.